കൊല്ലം തെന്മലയിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് മനോഹരമായ വീടുകൾ നിർമ്മിച്ചു നൽകി റിയ എസ്റ്റേറ്റ്. ശോചനീയാവസ്ഥയിലായിരുന്ന തൊഴിലാളി ലയങ്ങൾ പുനർനിർമ്മിക്കണമെന്ന ഇടതുപക്ഷ സർക്കാർ നിർദ്ദേശമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. 26 വീടുകളുടെ താക്കോൽദാനം ഈ മാസം 7-ന് നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ് നിർവഹിക്കുക. രാജ്കുമാർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് രാജ്കുമാർ. കാവ്യ, ഗുഡ് മോർണിംഗ്. വലിയ പ്രതീക്ഷയും ഒപ്പം തന്നെ സന്തോഷവും നൽകുന്ന ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ രാജ്കുമാർ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ റിയ എസ്റ്റേറ്റ് ഒരുക്കിയ വീടുകളുടെ പരിസരത്താണുള്ളതെന്ന് തോന്നുന്നു. അതെ, തെന്മല 4-ാം വാർഡ്. ഇവിടെ ഏതാണ്ട് 2.5 ഏക്കർ സ്ഥലമല്ലേ, 2.5 ഏക്കർ സ്ഥലത്ത് 26 വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് മൊത്തം 8 കോടി രൂപയുടെ ചെലവ്. ഇദ്ദേഹത്തിൻ്റെ ഈ റിയ എസ്റ്റേറ്റിൻ്റെ ഉടമ, റിയ ട്രാവൽസിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള തമ്പി, അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. അതായത് ഇടതുപക്ഷ സർക്കാരിന് ഒരു സ്വപ്നമുണ്ട്. അത് ഈ 1-ാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഈ ലയങ്ങൾ മുഴുവനും, അത് അന്ന് TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാർ ഇടപെട്ട് അന്ന് ഈ ലയങ്ങൾ വരെ ഇത് നല്ല മനോഹരമാക്കി മാറ്റണം. ഈ പഴയ ലയങ്ങളിലൊക്കെ താമസിക്കാൻ കഴിയില്ല, ഒരു മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് എസ്റ്റേറ്റ് അല്ല, കേരളത്തിലെ മുഴുവനും എസ്റ്റേറ്റുകൾ, തോട്ടം മേഖലയിലെ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് നല്ല താമസ സൗകര്യം വേണം എന്നൊരാശയം മുന്നോട്ട് വെക്കുകയും അന്നു മുതൽ തന്നെ ഗവൺമെൻറ്, ഇപ്പോൾ 2-ാം പിണറായി സർക്കാരിൻ്റെ കാലത്തും നിരന്തരമായി ഇടപെടലുണ്ട്. തൊഴിലാളി നേതാക്കൾ ശക്തമായി ഇതിൽ ഇടപെടുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇതിൻ്റെ ഉടമ ഈ ലയങ്ങൾ ഇവിടെ കാണാൻ ഇടയായി. കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലായത്. തൊഴിലാളികൾ എന്ത് ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്, അവരും മനുഷ്യരാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ വലിയ ഇഷ്ടം, അതിനെ തുടർന്നാണ് ഇങ്ങനൊരു സ്വപ്നം യാഥാർത്ഥ്യമായത്. ഇപ്പോൾ PR ജോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോയ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരാനുണ്ടായ ഒരു സാഹചര്യം? 2005-ൽ പ്രവർത്തനം ആരംഭിച്ച തെന്മല റിയ എസ്റ്റേറ്റിൻ്റെ CMD യാദൃശ്ചികമായി അദ്ദേഹം അവരുടെ ലയങ്ങൾ സന്ദർശിക്കാനിടയുണ്ടായി. ആ ഇടയുണ്ടായ സമയത്താണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളെപ്പറ്റി മനസ്സിലാക്കിയതും. ഏതാണ്ട് 300 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്ടിൽ 2-3 തലമുറയായിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. തിങ്ങി പാർക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാനോ അല്ലെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോയിട്ട് ഒന്ന് വിശ്രമിക്കാനോ ഉള്ളൊരു സാഹചര്യം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അദ്ദേഹം അവർക്കൊരു വാഗ്ദാനം നൽകി. എൻ്റെ എസ്റ്റേറ്റ് സംബന്ധമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, അത് തീരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി വീട് പണിത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ റബ്ബർ 72-ലെ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. അത് റീപ്ലാന്റ് ചെയ്യാൻ 19 ആയപ്പോൾ ഞങ്ങൾക്ക് അനുവാദം കിട്ടി. അതനുസരിച്ച് റീപ്ലാന്റ് ചെയ്തിട്ട് ആ പ്രദേശത്ത്, ആ മുറിച്ച സ്ഥലത്ത് എവിടെയെങ്കിലും വീട് വെക്കാനായിട്ട് സ്ഥലം നോക്കിയിട്ട് അത് കാണിച്ചു തരാൻ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടപ്പോൾ തൊഴിലാളികൾ അവരുടെ യൂണിയൻ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജയമസാവ് ഉൾപ്പെടെയുള്ളവരുമായിട്ട്, ജയമസാവ് അജയപ്രസാദ്, തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ മുതലായവരുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് സ്വന്തമായി ഇതിൻ്റെ അകത്ത് വീട് വെച്ചാൽ 58 വയസ്സ് കഴിയുമ്പോൾ ഞങ്ങൾ ഇതിൽ നിന്നും ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനടുത്തെവിടെങ്കിലും ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങി വീട് വെച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും, ഞങ്ങളുടെ പേരിൽ തരികയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊട്ടടുത്ത് 180 മീറ്റർ ദൂരത്ത് 2.5 ഏക്കർ വസ്തു വാങ്ങി അത് ഫ്ലോട്ടുകളായിട്ട് തിരിച്ച് അവരുടെ പേരിൽ പ്രമാണം ചെയ്തു കൊടുത്തു. പ്രമാണം ചെയ്തതിന് ശേഷം അവരുടെ പേരിൽ തന്നെ പെർമിറ്റ് എടുത്തു. പെർമിറ്റ് എടുത്തിട്ടാണ് നമ്മൾ 2019-ൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ പോലും 2022-ൽ ഇത് ഫ്ലോട്ടുകളായിട്ട് തിരിച്ചു നറുക്കിട്ടാണ് ഈ തൊഴിലാളികളെ തിരഞ്ഞെടുത്തത്. അതിനുശേഷം കോവിഡും മറ്റും വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത്രയും നീണ്ടുപോയത്. അതല്ലെങ്കിൽ 2020-21 കാലഘട്ടത്തിൽ തീരേണ്ടതായിരുന്നു. അതുകൊണ്ട് ഒരു ദൈർഘ്യമുണ്ടായി. 24 ആയപ്പോൾ ഇവരുടെ പേരിൽ, ഇവരുടെ സ്വന്തം വീടല്ലേ ഇത്? സ്വന്തമായിട്ടാണ്. അവർക്ക് എല്ലാ അവകാശവും അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇത് അവർക്ക് കൊടുത്തേക്കുന്നത്. കുടിവെള്ള സ്രോതസ്സ്, നല്ല അതിവിശാലമായ ടാങ്ക്, 3 സ്രോതസ്സുണ്ട് കുടിവെള്ളത്തിൻ്റെ. കുഴൽക്കിണറുണ്ട്, കുളമുണ്ട്. അതോടൊപ്പം തന്നെ ജലനിധിയുടെ കണക്ഷനും വേണ്ടിയിട്ടുള്ള പൈപ്പ് അവർക്ക് സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി, എല്ലാ വീടുകൾക്കും വൈദ്യുതി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാം അവരുടെ പേരിൽ തന്നെയാണ്. അതായത് ഒരു ലയം എന്നുള്ളത് മാറുകയാണ്, അടിസ്ഥാനപരമായ കൺസെപ്റ്റ് മാറി വില്ലയായി മാറുകയാണ് അല്ലേ? അതെ, ഇതൊരു വില്ല മാതിരി. ഇത് പണിതുകൊണ്ടിരുന്നപ്പോൾ പലർക്കും ആശങ്കയുണ്ടായിരുന്നു, ഇത് റിസോർട്ടിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് സ്ഥലം തിരിച്ചിട്ടേക്കാണോ എന്നുള്ളൊരു ആശങ്ക അവരുടെ മനസ്സിലുണ്ടായിരുന്നു. തൊഴിലാളികൾ അവരുടെ ഓരോ സമയം ഇതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിലെല്ലാം അവരിത് വന്ന് അതിൻ്റെ പുരോഗതി വിലയിരുത്തുകയും ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ട ആർക്ക് വേണമെങ്കിലും ഇവർക്ക് മറിച്ച് വിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവർ ഇത് തലമുറ കൈമാറി ഉപയോഗിക്കുക.
ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇവിടുന്ന് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അന്നത്തെ മാർക്കറ്റ് പ്രൈസിൽ ഈ സ്ഥലവും ആ വീടും കമ്പനിക്ക് നൽകേണ്ടതാണ്. കമ്പനി അത് ഏറ്റെടുത്തുള്ളൂ. അങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് നമുക്കുള്ളത്. ഇനി 7-ാം തീയതി ഇത് കൈമാറും. 7-ാം തീയതി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ അവറുകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ ഉദ്ഘാടന ചടങ്ങിൽ CMD അധ്യക്ഷനായിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ ചാണ്ടി ഉമ്മനും പിന്നെ PC വിഷ്ണുനാഥും S ജയമോഹൻ, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി സുദേവൻ സഹാവ്, കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് മുതലായ പ്രമുഖ വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുക്കുന്നത്. ശരി, രാജ്കുമാറാണ് ഇപ്പോൾ റിയ എസ്റ്റേറ്റിൽ നിന്ന് മനോഹരമായ വീടുകൾക്ക് മുന്നിൽ നിന്നും വിവരങ്ങളൊക്കെയും നൽകിക്കൊണ്ടിരിക്കുന്നത്.